കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഗോകുൽ VS ഉണ്ട്. ഒപ്പം കോടതിയിൽ ഇന്ന് നടന്ന കാര്യങ്ങൾ, വളരെ കൗതുകകരമായ കാര്യങ്ങൾ MS ലുഷോയ് കൂടി പറയും. ഗോകുൽ. ഇപ്പോൾ എൻ്റെ ഒപ്പം ലിഷോയ് കൂടിയുണ്ട്. ലിഷോയാണ് ഇതൊക്കെ നേരിട്ട് കേട്ടത്. ലിഷോയ്, കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? ഇത്ര വലിയൊരു തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെ ഇത്ര കോടതിക്ക് മുന്നിൽ നമ്മൾ കേൾവിയില്ലാത്ത പരാമർശങ്ങളാണല്ലേ? തീർച്ചയായും ഏതൊരു പ്രതിയും കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ശിക്ഷാവിധിയൊക്കെ നടക്കുന്ന ദിവസം, അത് അല്ലെങ്കിൽ ഇത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്ന ദിവസമാണെങ്കിൽ പോലും താൻ കുറ്റം ചെയ്തില്ല എന്നുള്ളൊരു നിലപാടായിരിക്കും കോടതിയിൽ സാധാരണഗതിയിൽ സ്വീകരിക്കാറുള്ളത്. പക്ഷേ ചെന്താമര ഇന്നും കോടതിയിൽ വെല്ലുവിളി തുടരുകയാണ് ഉണ്ടായത്. കാരണം കോടതി ആദ്യം ഈ കാര്യവുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ കോടതിയിൽ എത്തിയിട്ടുണ്ട്. ചെന്താമരയ്ക്ക് മാനസികാസ്വാസ്ഥ്യം ഇല്ല എന്നുള്ള ഒരു റിപ്പോർട്ട് ജില്ലാ സൈക്കോളജിസ്റ്റ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആരാണ് പറഞ്ഞത് തനിക്ക് വട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് ഈ ചെന്താമര ചോദിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റ് ജയിൽ പുള്ളികളുമൊന്നുമായി മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, അല്ലെങ്കിൽ കൂടുതൽ അടുപ്പമൊന്നും ഇല്ലല്ലോ എന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ആരെയും തനിക്ക് താല്പര്യമില്ല, അങ്ങനെ ആരെങ്കിലും വന്ന് തൻ്റെ എതിർ നിന്ന് കഴിഞ്ഞാൽ അവരെയും തീർക്കും എന്നുള്ളത് കോടതിയിൽ തന്നെ പറഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഈ ശിക്ഷാവിധി ഇത്തരത്തിൽ താങ്കൾ കുറ്റം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്, അതാണ് ഇപ്പോൾ നിലവിൽ കോടതി കണ്ടെത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്ത് വേണമെങ്കിലും എഴുതി വെച്ചോളൂ, തന്നെ തൂക്കിക്കൊന്നാലും കുഴപ്പമില്ല എന്ന ഒരു നിലപാടാണ് ചെന്താമരയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ സൈക്കോ എന്ന് പറഞ്ഞ പോലെ സൈക്കോ പ്രോ മാക്സ് പോലെയാണ് പെരുമാറിയതല്ലേ? തീർച്ചയായും. അതായത് ഇത്തരത്തിൽ ഒരു പ്രതിയെ എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും തന്നെ ഒരു കോടതികളും കണ്ടിട്ടുണ്ടാകില്ല. വളരെയേറെ ഈ കോടതിയിൽ ഗുരുതരമായ ഒരു പ്രകോപിതനായി നിൽക്കുന്ന തരത്തിലുള്ള രീതിക്കാണ് ചെന്താമരയുടെ ഒരു രീതി അതിന് അകത്ത് കാണാൻ സാധിച്ചത്. വക്കീലന്മാരെ നോക്കി ഭയപ്പെടുത്തുന്ന പോലെയുള്ള തരത്തിൽ സംസാരിക്കുന്നു. മാത്രമല്ല അത്തരത്തിൽ വലിയ തോതിൽ കോടതിയെ പോലും ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ തനിക്കൊരു പുല്ല് വിലയാണ് ഉള്ളത് എന്നുള്ള തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെ ചെന്താമരയുടെ ഭാഗത്ത് കോടതിയും വെല്ലുവിളിക്കുകയായിരുന്നു. ചെന്താമര അക്ഷരാർത്ഥത്തിൽ വെല്ലുവിളി തന്നെയായിരുന്നു കോടതിയിൽ ഉണ്ടായത്. ജഡ്ജിയോട് ഡയറക്റ്റായി തന്നെ വെല്ലുവിളിക്കുകയായിരുന്നു ചെന്താമര, അല്ലേ? തീർച്ചയായും. നിയമവ്യവസ്ഥയോട് തനിക്ക് ഒരു തരത്തിലുള്ള ബഹുമാനവും ഇല്ല എന്ന് അക്ഷരാർത്ഥത്തിൽ ചെന്താമര അവിടെ കോടതിയിൽ കാണിക്കുക തന്നെയായിരുന്നു. എന്ത് വേണമെങ്കിലും എഴുതി വെച്ചോളൂ, എന്ത് ചെയ്താലും തന്നെ തൂക്കിക്കൊന്നാൽ പോലും തനിക്ക് ഒരു കുഴപ്പവുമില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു ചെന്താമരയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മാത്രമല്ല ഇത്തരത്തിൽ കുറ്റം ചെയ്തല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു കരണം തടി കിട്ടിയാൽ മറ്റേ കരണവും കാണിച്ചു കൊടുക്കാൻ താൻ ഗാന്ധിജി അല്ലല്ലോ, തൻ്റെ വഴിയിൽ ആര് തടസ്സം നിന്നാലും ഇതുപോലെ തന്നെ ചെയ്യും എന്നുള്ള കാര്യം കൃത്യമായി ആവർത്തിച്ച് പറയുന്നു ചെന്താമര. പല ആളുകളെ ഇത്തരത്തിലൊരു കേസ് വന്നാൽ തനിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് കാണിക്കാൻ പല നാടകങ്ങൾ ഒരുപക്ഷെ കോടതിയിൽ കാണിക്കാം. പക്ഷേ ഇത് അങ്ങനെ ഒരു നാടകമല്ല. സൈക്കോളജിസ്റ്റിന്റെ കൃത്യമായ റിപ്പോർട്ടുണ്ട് ചെന്താമരയ്ക്ക് മാനസിക പ്രശ്നം ഇല്ല എന്നുള്ളതല്ലേ? തീർച്ചയായും. പകയും വൈരാഗ്യവും മാത്രമാണ് ചെന്താമരയെ ഈ ഒരു കുറ്റത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ്. അത് ആ കോടതിക്കകത്തുള്ള ചെന്താമരയുടെ പെരുമാറ്റമായാലും അതുപോലെ തന്നെ കോടതി ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ആയാലും കൃത്യമാണ്. അതല്ലാതെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതായി കോടതിക്ക് കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല, കോടതിയിൽ അത് തെളിയിക്കാനായി കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഈ എല്ലാ തരത്തിലുള്ള റിപ്പോർട്ടുകളും ചെന്താമരയ്ക്ക് എതിരാണ് എന്നുള്ളതാണ്. കാരണം ഒരു തരത്തിലുള്ള മാനസിക വൈകല്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ചെന്താമരയ്ക്ക് ഇല്ല എന്നുള്ളത് കൃത്യമായി തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത്തരത്തിൽ ബോധ്യപ്പെടുമ്പോൾ പോലും ഒരു വളരെ നികൃഷ്ടനായ ഒരു കൊലപാതകി തന്നെയാണെന്ന് ചെന്താമര തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് കോടതിയിൽ പോലും, കോടതി മുറിക്കകത്ത് പോലും ചെന്താമര ചെയ്തത്. ഇതിലിപ്പോൾ പ്രധാനമായി 2 വകുപ്പുകളാണ് തെളിഞ്ഞിരിക്കുന്നത്. ഒന്ന് 103 കൊലപാതക കുറ്റം, അതോടൊപ്പം തന്നെ അന്യായമായി തടങ്കൽ വയ്ക്കുക അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുക എന്നുള്ളത്. ഇതിൽ പരമാവധി ശിക്ഷ ലഭിക്കാവുന്ന ഒന്ന് വധശിക്ഷയും അതോടൊപ്പം തന്നെ മറ്റൊന്ന് ജീവപര്യന്തമാണ്. സ്വാഭാവികമായി ഇങ്ങനെയുള്ള ഒരു പരാമർശം കൂടി കോടതിക്കകത്ത് ചെന്താമര നടത്തുമ്പോൾ അതിനെ ആ ഗൗരവത്തിൽ തന്നെ കോടതി കാണാനാണ് സാധ്യത. തീർച്ചയായും 15-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ശിക്ഷ വിധിക്കുക എന്നാണ് കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ BNS 103 വകുപ്പ് പ്രകാരമാണ്, 1-ാം വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ നിലവിൽ കോടതി ഈ കുറ്റക്കാരനാണെന്ന് ആ കുറ്റങ്ങളാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ സുധാകരനെ വഴിയിൽ തടഞ്ഞു നിർത്തിയ കുറ്റവും അതും തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 വകുപ്പുകളും അത് കൃത്യമായി തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്.